ഹായ് ഓസ്, വെൽക്കം ബാക്ക് ടു ചിലന്തി വല. അപ്പോൾ നമ്മൾ കുറച്ച് മൂവീസിനെ പറ്റി റീസണായിട്ട് സംസാരിച്ചു. ഇന്നും നമ്മൾ അതുപോലൊരു മൂവി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് നാൾ മുമ്പ് കണ്ടു, ഒരു 3-4 മാസം മുമ്പ് കണ്ടൊരു മൂവിയാണ്. 2024 പുറത്തിറങ്ങിയ ദ സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ 1 എന്ന് പറയുന്ന മൂവിയാണ്. ഒരുപാട് കൺഫ്യൂഷൻസ് വരാം. ദ സ്ട്രേഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് മൂവി ഉണ്ട്, ദ സ്ട്രേഞ്ചർ തിങ്സ് എന്ന് പറഞ്ഞിട്ട് വെബ് സീരീസ് ഉണ്ട്. ഇത് ദ സ്ട്രേഞ്ചേഴ്സ് ചാപ്റ്റർ 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൂവിയാണ്. ഈ ഒരു മൂവിയും ഒരു ഹൊറർ കാറ്റഗറിയിലാണ് വരുന്നത്. ഹൊറർ മൂവി എന്ന് പറയുമ്പോൾ ഇതൊരു സർവൈവർ സീരീസ് മൂവിയാണ് വരുന്നത്. അതായത് രക്ഷപ്പെടുമോ രക്ഷപ്പെടില്ല, അല്ലെങ്കിൽ വേട്ടയാടുന്നവനും വേട്ടയാടപ്പെടുന്നവനും. അപ്പോൾ ഈ ഒരു മൂവിയുടെ റേറ്റിങ്ങിനെ പറ്റി പറഞ്ഞുകൊണ്ട് തന്നെ ആദ്യമേ തുടങ്ങാം. 4.5 ആണ് ഇതിന് IMDb റേറ്റിംഗ് കിടക്കുന്നത്. യൂഷ്വലി ഒരു 4.5 അല്ലെങ്കിൽ 5 ഒക്കെ ഇത് ഡിസർവ് ചെയ്യുന്നുള്ളൂ എന്ന് തന്നെ പറയാം. അപ്പം ഞാനതിൻ്റെ കാരണം കൂടി പറയാം. പക്ഷേ ഞാൻ ഈ മൂവി കണ്ടെടുത്തോളം എനിക്ക് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ചും ഞാനൊരു സർവൈവർ മൂവി ഫാനാണ്. എനിക്ക് സർവൈവർ ആയിട്ടുള്ള സർവൈവിങ് പടങ്ങളൊക്കെ കാണുന്നത് അത്യാവശ്യം ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. എങ്കിലും റേറ്റിംഗ് അതുപോലെ തന്നെ തുടരും. ഒരു 1 ടൈം വാച്ചബിളായിട്ട് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ഒരു മൂവി കാണണം എന്നുണ്ടെങ്കിൽ കാണാം. അപ്പോൾ 1 ലൈനറിലേക്ക് പോവുകയാണെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കപ്പിൾ അവർ വളരെ നന്നായിട്ട് ആ ഒരു പ്രണയം എൻജോയ് ചെയ്യുകയാണ്. ഡയറക്ടർ അതൊക്കെ വലിയ ബോറിംഗ് ഇല്ലാത്ത രീതിയിൽ ഇവർ തമ്മിൽ പ്രണയമാണെന്നും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതൊക്കെയാണ് അത് കാണിച്ചിട്ടുണ്ട്. അവരുടെ പ്രണയരംഗങ്ങൾ ഒരു 10-15-20 മിനിറ്റേ ഉള്ളൂ. അതിനുശേഷം മൊത്തം മൂവി സീരിയസ് ആയിട്ടൊരു പാറ്റേണിലേക്ക് പോവുകയാണ്. അപ്പോൾ 20 മിനിറ്റ് കൊണ്ട് ഇവർ തമ്മിൽ എന്തോരം അടുപ്പമുണ്ട്, പരസ്പരം മനസ്സിലാക്കലുണ്ട് എന്നൊക്കെ ഉള്ളത് വലിയ ബോറിംഗ് ഇല്ലാതെ ചിത്രീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് 8 കോടി രൂപയ്ക്കാണ്, അതായത് 8 കോടി USDക്കാണ് ചെയ്തത്. പക്ഷേ പടം 4.48 മില്യൺ 48 മില്യൺ കളക്റ്റും ചെയ്തിട്ടുണ്ട്. ഒരു പ്രൊഡ്യൂസറിൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് ചിന്തിക്കുമ്പോഴത്തേക്ക് നല്ലൊരു പടമാണ്. ഇറക്കിയതിൻ്റെ 4 ഇരട്ടിയൊക്കെ കിട്ടിയിട്ടുണ്ട്, 4-5 ഇരട്ടിയോളം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് പക്ഷേ അല്ലാതെ എന്തുകൊണ്ട് ഓഡിയൻസിന് ഇത് റേറ്റ് ചെയ്യുമ്പോൾ ഇത്ര റേറ്റിംഗ് കുറച്ച് വരാൻ സാധ്യതയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പോരായ്മകളുണ്ട്. ഒരു വേട്ടയാടുന്നവനും തമ്മിൽ ഒരു ലിങ്ക് ഉണ്ടാവണം. ഒന്നെങ്കിലും ഒരു പ്രതികാരം ഉണ്ടാവും, അല്ലെങ്കിൽ വേട്ടയാടുന്നവരാണ് സൈക്കോ കില്ലർ ആയിരിക്കും, അല്ലെങ്കിൽ അയാൾക്ക് എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, ഒരു റിവഞ്ച് സ്റ്റോറി ഉണ്ടാവും. അപ്പോൾ ഇതൊന്നും ഇവിടെ മെൻഷൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല എൻഡ് വരെയും. അതിന് കാരണം ഇവിടെ ഒരു ചൂണ്ടിക്കാണിക്കുന്നത് ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഇതിനുണ്ട് എന്നുള്ളതാണ്. അത് വരുന്ന 1-2 മാസത്തിനുള്ളിൽ വരാനും കൂടി പോകുന്നതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇതിൻ്റെ റിവ്യൂ ചെയ്തേക്കാമെന്ന് വിചാരിച്ചത്. അത് നമ്മൾ പിന്നെ ഫ്രഷ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ചെയ്യാമല്ലോ. അപ്പം ആ ഒരു മൂവിയിൽ എന്ത് വേണമെങ്കിലാവാം, അത് വേണമെങ്കിൽ ഫ്ലോപ്പ് സ്റ്റോറി ആവാം, എന്ത് കാരണം വേണമെങ്കിലാവാം. ചിലപ്പോൾ അത് റിലീസായി വരുമ്പോൾ ചിലപ്പോൾ ഈ മൂവിനെ ന്യായീകരിക്കുന്ന രീതിക്കോ അല്ലെങ്കിൽ ഈ മൂവിക്ക് കുറച്ചും കൂടി ഹൈപ്പ് കിട്ടാം. ഇത്രയും വലിയൊരു കാരണം ഒളിപ്പിച്ച് വെച്ചത് കൊണ്ടാണ് ഇത്രയും പറയാൻ പറ്റാത്തത്, ഈ ഒരു മൂവി അടിപൊളിയാണ്, രണ്ടും കൂടി ഒത്തു വെച്ച് നോക്കുമ്പോൾ അടിപൊളിയാണെന്ന രീതി വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ ഇപ്പോഴത്തോളം എന്ന് വെച്ചാൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടൂല. പക്ഷേ മൂവി കൊള്ളാം. ആദ്യം തൊട്ട് എൻഡ് വരെ ഒരു ബോറിംഗും അല്ല. ഡയറക്ടർ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട്, മൂവി ബോറിംഗും ഒന്നുമല്ല. പക്ഷേ മൂവിക്ക് ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ഫാക്ടേഴ്സാണ്. പിന്നെ അത്യാവശ്യം ക്യാമറ വർക്കും മറ്റു കാര്യങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. കാട്ടിലാണ് കൂടുതലും ഷൂട്ടിങ്സ് വന്നിട്ടുള്ളത്, രാത്രിയൊക്കെ. അതൊക്കെ നല്ല രീതിയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സർവൈവർ സീരീസ് മൂവീസ് ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും മൂവി ഇഷ്ടപ്പെടും. അപ്പോൾ ഈ മൂവിയെക്കുറിച്ച് ഇത്ര മാത്രമേ പറയാനുള്ളൂ. നിങ്ങളെന്തായാലും കാണുക. പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഈ മൂവിയിലെ ആക്ടേഴ്സിനെ കുറിച്ച് പറയാം. മാഡ്ലിൻ ബെറ്റിസ്റ്റാണ് ഇതിൽ ആക്ട്രസ്സായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിക്കാരി അത്യാവശ്യം കുറച്ച് ഫേമസ് ആണ്. റിവൽഡെയിൽ സീരീസ് ഒക്കെ കണ്ടിട്ടുള്ള ആൾക്കൊക്കെ അറിയാം. കാണാനും വളരെ ക്യൂട്ടാണ്. അപ്പോൾ ഈ ഒരു മൂവിക്കകത്തും പുള്ളിക്കാരിയുടെ പെർഫോമൻസ് നന്നായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ഇതിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഫ്രോഗ് ഗിറ്റേഴ്സ് ആണ് അഭിനയിച്ചിരിക്കുന്നത്. പുള്ളിക്കാരനും അത്യാവശ്യം കുറച്ച് സീരീസിലും 1-2 മൂവീസിലൊക്കെ ഉണ്ട്. അദ്ദേഹത്തെയും കുറച്ച് ഫെമിലിയർ ആയിട്ട് സിനിമകൾ കാണുന്ന കുറച്ചുപേർക്ക് അറിയാമായിരിക്കും. അപ്പോൾ ഇതാണ് ബേസിക്കലി മൂവിനെ കുറിച്ച് പറയാനുള്ളത്. എൻ്റെ എനിക്ക് ഇതൊരു 5, മാക്സിമം 5 ഒക്കെ കൊടുക്കാൻ പറ്റുന്ന റേറ്റിംഗുള്ള പടമാണ്. കാണണോ വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 ടൈം വാച്ചബിളായിട്ടും കണ്ടിരിക്കാം. പിന്നെ ഒട്ടും ബോറിങ്ങോ അല്ലെങ്കിൽ മോശം പടമൊന്നുമല്ല, കണ്ടുകൊണ്ടിരിക്കാൻ കൊള്ളാം. പിന്നെ സെക്കൻഡ് പാർട്ടും കൂടി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഇതൊന്നും അടിപൊളിയായിട്ട് മാറാൻ ചാൻസ് ഉള്ളത്. അത് കഥ നീതി പുലർത്തുകയാണെങ്കിൽ മാത്രം. അല്ലാത്തടത്തോളം ഒരു ഫിനിഷിംഗ് ഒന്നും സിനിമയ്ക്ക് ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. അതായത് മോട്ടീവോ എന്തിനു വേണ്ടിയെന്നോ അങ്ങനത്തെ കാരണങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഒരു മെയിൻ പോരായ്മ ഈ പടത്തിൽ എനിക്ക് തോന്നിയത്. അപ്പോൾ നിങ്ങളിത് കണ്ടതിന് ശേഷം നിങ്ങളുടെ ഒപ്പീനിയനൊക്കെ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു മൂവിയായിട്ട് വീണ്ടും കാണാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. നമുക്ക് അതൊക്കെ വെച്ചിട്ട് വീണ്ടും വീഡിയോസ് ഇമ്പ്രൂവ് ചെയ്യാം. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.